ഹായ് ഗായ്സ്, ഒരു മുളകിട്ട മത്തിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ആവശ്യത്തിന് സവാള, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ എടുക്കാം. ഞാൻ ഇഞ്ചിയും കറിവേപ്പിലയും ചതച്ചിട്ടാട്ടോ എടുത്തേക്കുന്നത്. പിന്നെ ഒരു പാൻ എടുക്കുക, അതിലേക്ക് നമുക്ക് പൊടികൾ വറുത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ പൊടി വറുത്തിട്ടാട്ടോ എടുക്കുന്നത്. അപ്പോൾ ഒരു ടേസ്റ്റും നല്ലൊരു കളറും കിട്ടും കേട്ടോ. അതിനായി ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 2.5 ടീസ്പൂൺ മുളക് പൊടിയാട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾ എരിവിനനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മല്ലിപ്പൊടി ചേർത്തെടുക്കാം. ഞാൻ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്യാവൂ കേട്ടോ. അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് അത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ പൊടികളെല്ലാം വറുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കറിയിലേക്ക് പോവാം. ഒരു ചട്ടി എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാട്ടോ എടുത്തേക്കുന്നത്. നാടൻ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ കറിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. ഇവിടെ നാടൻ വെളിച്ചെണ്ണ കിട്ടത്തില്ല, അതുകൊണ്ട് ഞാൻ സൺഫ്ലവറാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും വേണമെങ്കിൽ കടുകും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഉലുവ മാത്രമേ ഇടുന്നുള്ളൂ. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ വഴറ്റിയെടുക്കുമ്പോൾ നമ്മൾ തീ ലോ ഫ്ലെയിമിലിട്ടേ വഴറ്റാവൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി ഒരു ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടി. നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മളെ സവാള ഇവിടെ വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നമ്മളെ പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികൾ ഇടുമ്പോഴും തീ ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഓൾറെഡി നമ്മൾ പൊടികൾ ഇവിടെ വറുത്ത് മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കാവും. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഈ പൊടികൾ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അതിലേക്ക് നമ്മൾ പുളിവെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 1 കപ്പ് പുളിവെള്ളം ആട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് പുളിക്ക് അനുസരിച്ചുള്ള വെള്ളം എടുക്കാം. ഞാൻ 1 കപ്പാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെള്ളം 1 കപ്പാണ് കേട്ടോ എടുത്തേക്കുന്നത്. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നല്ലതുപോലെ മിക്സാക്കി എടുക്കുക. അപ്പം നമ്മൾ ഉപ്പ് അതിലെല്ലാം ഒന്ന് പിടിക്കും. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ അതിലേക്ക് തക്കാളിയും ഒരു മുളകും ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 1 മുളക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് 5 മിനിറ്റ് വേവിക്കുക. അപ്പോൾ നല്ലതുപോലെ തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മത്തി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ തിള വന്നിട്ടേ മത്തി ഇട്ട് കൊടുക്കാവൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് മത്തി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത് പെട്ടെന്ന് മീൻ പൊടിഞ്ഞുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. എന്നിട്ട് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മുളക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്